ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി റിജോയെ ബാങ്കിലെത്തിച്ച് പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. റിജോയുടെ വീട്ടിൽ നിന്ന് കവർച്ചാ പണം കണ്ടെത്തി. കത്തിയും ഉപയോഗിച്ച വസ്ത്രവും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അറസ്റ്റ് അറിഞ്ഞ് റിജോ കടം വീട്ടിയ ആൾ ഡിവൈഎസ്പി ഓഫീസിലെത്തി പണം തിരികെ ഏൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോയിൽ നിന്ന് കവർന്ന പണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ തെളിവെടുപ്പിനായി റിജോയുമായി ബാങ്കിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു പോലീസ് റിജോയുടെ വീട്ടിലെത്തി ഈ കവർച്ചാ പണം കണ്ടെടുത്തത്. ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ ഇയാളുടെ ഇയാളുടെ റൂമിലെ ഷെൽഫിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. 3 ലക്ഷത്തോളം രൂപ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള അന്നനാട് സ്വദേശിക്ക് കടം വീട്ടുന്നതിനായി കൊടുത്തിരുന്നു. ആ പണം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ, ഏതാണ്ട് പുലർച്ചയോട് കൂടി തന്നെ ഈ അന്നനാട് സ്വദേശി ഈ സ്റ്റേഷനിലെത്തി DSPക്ക് കൈമാറിയിരുന്നു. അപ്പോൾ 15 ലക്ഷം രൂപയാണ് ഈ ബാങ്കിൽ നിന്ന്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബാങ്കിലാണ് ആ കവർച്ച നടന്നത്. ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് ആ 15 ലക്ഷത്തോളം രൂപയും പോലീസ് എന്തായാലും മുഴുവനായും കണ്ടെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ ഇയാളെ ഈ ബാങ്കിലേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പ്രതി ഉള്ളത് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അവിടെ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും പ്രതി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത്തരത്തിൽ കടം വീട്ടുന്നതിനായാണ് താൻ അത്തരത്തിലൊരു കവർച്ച നടത്തിയത്. മാത്രമല്ല, ഭാര്യ വിദേശത്തെ നഴ്സാണ്. പക്ഷേ ഈ ഭാര്യ അയച്ചിരുന്ന പൈസ മുഴുവൻ ഈ പ്രതി ഇവിടെ ദൂർത്തടിക്കുകയായിരുന്നു. ഭാര്യ ഏതാണ്ട് നാട്ടിലേക്ക് എത്തുന്ന ഒരു സമയമായി. സ്വാഭാവികമായും ഈ പല ചോദ്യങ്ങൾക്കും പ്രതിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതിൽ നിന്നല്ല രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് പ്രതി ഈ കവർച്ച നടത്തിയതെന്നാണ് പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. അതുമാത്രമല്ല, പ്രതിയുടെ രണ്ടാമത്തെ ശ്രമത്തിലാണ് ഈ ഒരു കൃത്യം നടക്കുന്നത്. ആദ്യ ശ്രമം പക്ഷേ പോലീസ് വാഹനം കണ്ടോടുകൂടി തന്നെ പ്രതി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ഈ കാണുന്ന, അതായത് ഈ ബാങ്കിൻ്റെ തൊട്ട് റോഡാണ്, ദേശീയപാതയാണ്. അതിന് മുൻപിലാണ് ഈ പള്ളി വരുന്നത്. ഈ പള്ളിയിൽ കൃത്യമായിട്ടുള്ള 4 വെള്ളിയാഴ്ചകളിൽ 2 വെള്ളിയാഴ്ചകളിൽ കൂട്ടമണി പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ ഈ പ്രതി ഒഴിവാക്കി ഈ കൂട്ടമണി ഇല്ലാത്ത ഒരു വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ഏതാണ്ട് 1.5 കിലോമീറ്ററാണ് ഈ പ്രതിയുടെ വീട് ഈ ബാങ്കിൻ്റെ പരിസരത്തുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പ്രതി നടത്തിയിരുന്നു. പലതവണ ബാങ്കിലേക്ക് വന്നിരുന്നു. ഏത് സമയത്താണ് ആളുകളില്ലാത്തതെന്നുള്ള പ്രതി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആസൂത്രണം ഒരുപക്ഷെ ഈ കവർച്ചയ്ക്ക് മുൻപ് നടത്തിയ ആസൂത്രണത്തെക്കാൾ മികവോടുകൂടി തന്നെയാണ് ഈ കവർച്ചയ്ക്ക് ശേഷവും ഈ രക്ഷപ്പെടുന്നതിനായുള്ള ആസൂത്രണം പ്രതി നടത്തിയത്. പക്ഷേ എന്തായാലും പോലീസ് 2.5 ദിവസം എടുത്തെങ്കിലും ഈ പ്രതിയെ വലയിലാക്കി എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കവർച്ചാ പണം മുഴുവൻ കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ പ്രതിയെ ഈ പോട്ടയിലുള്ള ഈ ബാങ്കിലെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരും.